2 മാസത്തിനുള്ളിൽ 15 കോടിയിലധികം ജനങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തത്തോടെ രാജ്യത്ത് അഭൂതപൂർവമായ മുന്നേറ്റം നടത്തി വികസിത് ഭാരത് സങ്കല്പ് യാത്ര. സർക്കാർ പദ്ധതികളെ പ്രതി ജനങ്ങളുടെ മനോഭാവത്തിൽ വലിയ മാറ്റം വരുത്താൻ ഇതിനോടകം യാത്രയ്ക്ക് കഴിഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് എന്നത്തേതും പോലെ ഉത്സാഹം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിച്ചു. ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സർക്കാർ പിന്തുണ ഉറപ്പാക്കി വികസിത് ഭാരത് സങ്കല്പ് യാത്ര മുന്നേറുകയാണ്. സമൂഹത്തിലെ എല്ലാ മേഖലയെയും സ്വാധീനിച്ച യാത്ര ജനങ്ങളെ പുതിയ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ പ്രാപ്തരാക്കി. ഈ നവഭാരതം തന്നെയാണ് ജനപങ്കാളിത്തത്തിലൂന്നിയ രാജ്യവികസനത്തിന് കരുത്തു പകരുന്ന അടിത്തറയും. കഴിഞ്ഞ നവംബർ 15 ആരംഭിച്ച യാത്ര ജനകീയ പ്രസ്ഥാനമായി മാറി. ഇതുവരെ രാജ്യത്തെ ഏകദേശം 80% പഞ്ചായത്തുകളിലേക്ക് എത്തി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഒരു ബഹുജന മുന്നേറ്റമായി മാറിയെന്ന് യാത്രയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ച പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സർക്കാരിനുള്ള ജനങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും എല്ലായിടത്തും ദൃശ്യമാണ്. യാത്രയുടെ വികസന രഥം വിശ്വാസരഥമായി മാറിയെന്നും ആരും ഒഴിവാക്കപ്പെടില്ലെന്ന് ജനങ്ങൾക്ക് ഇന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിക്കുന്നതിനാൽ അടുത്ത മാസവും യാത്ര തുടരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. യാത്രയ്ക്കിടെ 4 കോടിയിലധികം ആരോഗ്യ പരിശോധനകളും 2.5 കോടി ക്ഷയരോഗ പരിശോധനയും 50 ലക്ഷം അരിവാൾ കോശ രോഗനിർണയവും നടത്തി. 50 ലക്ഷം ആയുഷ്മാൻ കാർഡുകൾ, 33 ലക്ഷം പുതിയ PM കിസാൻ ഗുണഭോക്താക്കൾ, 25 ലക്ഷം പുതിയ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ, 25 ലക്ഷം സൗജന്യ പാചകവാതക കണക്ഷനുകൾ, 10 ലക്ഷം പുതിയ സ്വനിധി അപേക്ഷകൾ എന്നിങ്ങനെ നീളുന്നു യാത്രയുടെ വിജയഗാഥ. ഇതുവരെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട ഓരോരുത്തരുടെയും ജീവിതമാണ് ഈ ഓരോ സംഖ്യകളും പ്രതിനിധീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിതി ആയോഗിന്റെ ബഹുതല ദാരിദ്ര്യം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കഴിഞ്ഞ 9 വർഷത്തിനിടെ 25 കോടിയിലധികം ജനങ്ങൾ ദാരിദ്ര്യമുക്തരായി. കഴിഞ്ഞ 10 വർഷത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെയുള്ള സുപ്രധാന നയങ്ങൾ അസാധ്യമായതുപോലും സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. हमारी सरकार के पिछले 9 वर्षों में, याद रखिए, पिछले 9 वर्षों में करीब 25 करोड़ लोग गरीबी से बाहर निकले हैं. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ഗുണഫലം ഏറ്റവും ഒടുവിലത്തെ ആളിലേക്ക് വരെ എത്തിക്കാനുള്ള മികച്ച ഉപാധി കൂടിയായി മാറി ഇപ്പോൾ ഈ യാത്ര.